കേരളത്തിലെ പ്രതിപക്ഷം നിരവധി നാളുകളായി ഗൗരവത്തോടുകൂടി സർക്കാരിനെതിരായും പോലീസ് ഭരണത്തിനെതിരായും ഉന്നയിച്ചൊരാക്ഷേപമുണ്ട്. മുഖ്യമന്ത്രിയല്ല പോലീസ് ഭരിക്കുന്നത്, ഉപജാപക സംഘമാണ് എന്നാണ് പറഞ്ഞത്. ആ പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തിൽ അടിവരയിട്ടുകൊണ്ടാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ജഡ്ജിമെൻറ്റ്. ഈ ക്ലീൻ ചിറ്റ് കൊടുക്കാനുള്ള തീരുമാനം ഏത് അദൃശ്യ ശക്തിയാണ് എടുത്തതെന്നാണ് കോടതി ചോദിച്ചത്. കോടതിക്ക് ഉപജാപക സംഘമെന്ന് എന്നെ പോലെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് കോടതി അദൃശ്യ ശക്തി എന്ന് പറയുന്നത്. ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്ന, പോലീസിനെ നിയന്ത്രിക്കുന്ന സ്വന്തക്കാർക്ക് വേണ്ടി, ഇഷ്ടക്കാർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനം, ഒരു അദൃശ്യ ശക്തി ഈ ഗവൺമെൻറ്റിൻ്റെ മറവിൽ ഒളിച്ചിരിപ്പുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അത് വായിച്ചു നോക്കിയാൽ സാമാന്യ യുക്തിയുള്ള ഒരാൾക്കും ഒരാളെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമമാണ് എന്ന് മനസ്സിലാവും. ഇത് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ മതിയാവും. മൗനത്തിൻ്റെ വാത്മീകത്തിൽ ഒളിക്കരുത്, ഇതിന് മറുപടി പറയണം. ഗുരുതരമായ ഒരാരോപണമാണ് മുഖ്യമന്ത്രിക്ക് നേരെ, പോലീസ് ഭരണത്തിന് നേരെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തിനാണ്? അപ്പോൾ ഞാൻ ഉന്നയിച്ച പഴയൊരു ആരോപണമുണ്ട്. അജിത് കുമാറായിരുന്നു RSS നേതാവുമായിട്ട് തൃശ്ശൂരിൽ സർക്കാരിന് വേണ്ടി, മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിച്ച ഇടനിലക്കാരൻ. അപ്പോൾ ഗവൺമെൻറ്റിന് വേണ്ടി വഴിവിട്ട ഒരുപാട് കാര്യങ്ങൾ. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലിയൊന്നും അല്ലല്ലോ RSS നേതാക്കളുമായിട്ട് സംഭാഷണം നടത്തി ഗവൺമെൻറ് സഹായിക്കാൻ. അതിൻ്റെ ഇടനിലക്കാരനായിരുന്നു അജിത് കുമാർ, ഇല്ലേ? അവസാനം ആദ്യം എല്ലാവരും നിഷേധിച്ചു, ഹൊസബളയുമായി അവസാനം സംസാരിച്ചു എന്ന് സമ്മതിച്ചു. എൻ്റെ ആരോപണം തെറ്റായിരുന്നില്ല, ആരോപണം ശരിയായിരുന്നു. അപ്പോൾ ഇതെല്ലാത്തിനും കൂട്ടുനിന്ന ഒരു ഉദ്യോഗസ്ഥനെ വഴിവിട്ടാണ് മുഖ്യമന്ത്രി കേസിൽ സഹായിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്വജന പക്ഷപാതമാണ് നടക്കുന്നത്, നീതി നടപ്പാകുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. അല്ല, അത് ഇപ്പോൾ കോടതി പറഞ്ഞല്ലോ, നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താ പറയുക, അതല്ലല്ലോ, ഡിസ്പ്രൊപ്പോർഷണേറ്റ് ഇൻകം ആയിട്ട് ബന്ധപ്പെട്ട ഒരു കേസാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് വിടുതൽ ചെയ്തുകൊണ്ട് ക്ലീൻ ചിറ്റ് കൊടുത്തതിൽ ശരിയായില്ല, തെറ്റാണ്, ഒരു അദൃശ്യ ശക്തി പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റു വിഷയങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഒരു തെറ്റായി ഒരാളെ രക്ഷിക്കാൻ കൂട്ടത്തിൽ നിൽക്കുന്ന, വേണ്ടാത്ത പണി ചെയ്തിരുന്ന ഒരാളെ സഹായിക്കാൻ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടു. ഒരു അദൃശ്യ ശക്തി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു. ഏതാണ് ഈ അദൃശ്യ ശക്തി? അത് ഞങ്ങൾ പറയുന്ന ഉപജാപക സംഘം തന്നെ. മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നതും ആ ഉപജാപക സംഘമാണ്. അതാണ് വെളിയിൽ വന്നിരിക്കുന്നത്, ആ യാഥാർത്ഥ്യം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറില്ലേ, പാലാരിവട്ടം പാലം തകർന്ന് വീണില്ല. നിങ്ങൾ മാധ്യമങ്ങളൊക്കെ വലിയ വാർത്തയാക്കി. ഒരു റിപ്പോർട്ട് വന്നു. എന്താണ് വന്നത്? അതിനൊരു എൻജിനീയറിംഗ് പിഴവുണ്ടെന്ന്. അപ്പോൾ ഡിമാൻഡ് ചെയ്തത് അതുമ്പോൾ ലോഡ് ടെസ്റ്റ് നടത്തണമെന്ന. ലോഡ് ടെസ്റ്റൊന്നും നടത്തിയില്ല. പാലം തകർന്ന് വീണില്ല. പക്ഷെ അത് പഞ്ചവടി പാലമാണ്, കുഴപ്പമാണ്, അഴിമതിയാണ് എന്ന് പറഞ്ഞ് അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ കേസിൽപ്പെടുത്തി, വിജിലൻസ് കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ നോക്കിയ ഒരു പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. ഓരോ മാസം ഓരോ പാലം താഴോട്ട് വീഴുക. മറ്റത് വീണിട്ടില്ല. ജനങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്ന പാലാരിവട്ടം പാലം തകർന്ന് വീണെന്ന്. എറണാകുളത്തുള്ളവർക്ക് അറിയുള്ളൂ, പാലമൊന്നും വീണില്ല. പാലത്തിന് ഒരു കാഴ്ചയിലും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത് പാലം പുഴയിൽ കിടക്കുവാണ്, മൂന്നാമത്തെ പാലമാണ് PWD. ഇത് 24 കോടി രൂപയുടെ പാലമാണ്. എല്ലാ മാസവും ഒരു പാലം വീണുകൊണ്ടിരിക്കുകയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള, അവരും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള PWDയും തമ്മിൽ മത്സരമാണ്. ഒരു ദിവസം ഒരു പാലം PWDയുടെ വീണാൽ 3 ദിവസം അടുപ്പിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഹൈവേ പണി അടന്നു വീണുകൊണ്ടിരിക്കും. എത്ര സ്ഥലത്താണ് നടക്കുന്നത്? എന്നിട്ട് കേരള ഗവൺമെൻറ്റിന് പരാതിയില്ല. കേരള ഗവൺമെൻറ്റിന് NHAയ്ക്കെതിരെ പരാതിയില്ല, കേന്ദ്ര ഉപരിതല വകുപ്പിനെതിരെ പരാതിയില്ല. എങ്ങനെ പരാതിപ്പെടാൻ പറ്റും? സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏജൻസി PWD പണിയുന്ന പാലം. അപ്പോൾ ഇബ്രാഹിം കുഞ്ഞിനെതിരെ കേസെടുത്തെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കെതിരെ എടുക്കുന്നില്ല? അതാണ് ചോദ്യം. എഞ്ചിനീയറിംഗ്, പാലത്തിൻ്റെ എഞ്ചിനീയറിംഗ് നോക്കുന്ന മന്ത്രിയല്ല. ഞാൻ ആ വാദത്തെ സമ്മതിക്കുന്നു. പക്ഷേ എന്നാൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇബ്രാഹിം കുഞ്ഞിനെ നിങ്ങൾ പ്രതിയാക്കിയത്? ഇബ്രാഹിം കുഞ്ഞിനെ പ്രതിയാക്കിയ ആളുകളുടെ മുമ്പിൽ അപമാനിച്ച കോടതി ഇടപെട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ ജയിലിൽ കിടന്നേനെ. ഇപ്പോഴും ജയിലിൽ കിടന്നു ഇല്ലേ? അപ്പോൾ ഇപ്പോൾ ഈ മന്ത്രിയുടെ പാലം മുഴുവൻ വീഴുന്ന 24 കോടി രൂപയുടെ അടക്കം അതിനേക്കാൾ ഗുരുതരമായ കാര്യങ്ങളാണ്. പാലം വീണുകൊണ്ടിരിക്കുകയാണ്, നിരന്തരമായി വീണുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ മരിക്കുകയാണ്. കഴിഞ്ഞ പാലം വീണപ്പോൾ 2 പേര് മരിച്ചു, ഇപ്പോൾ ഒരാൾക്ക് പരിക്കേറ്റു.
വേറെ 3 പേർക്ക് പരിക്കേറ്റു ഇല്ലേ, നിരന്തരമായി വീഴും. അപ്പോൾ ഗവൺമെൻറ് വ്യക്തമാക്കണം. അന്ന് ചെയ്തതിന് നമ്മളെ കാലം മുഖത്ത് നോക്കി കണക്ക് ചോദിക്കും. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളൊരു വാചകമോ നിങ്ങളതൊന്നും ഗൗരവത്തിലെടുത്തിട്ടില്ല, ഞാനൊന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ വാചകം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. കാലം മുഖത്ത് നോക്കി കണക്ക് ചോദിക്കും.